ഇനി നല്ലൊരു ബീട്രൂട്ട് ദോശയൊക്കെ എടുത്താലോ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. അത് മാത്രമല്ലാണ്ട് നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിലും വൈകുന്നേരമൊക്കെ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾ പാത്രം കാലിയാക്കുന്ന അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാം. അതല്ലാണ്ട് നല്ല ടേസ്റ്റിൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. എത്ര കഴിച്ചാലും കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അത്രയ്ക്ക് രുചിയായിട്ടുള്ള ദോശയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം കുറച്ച് ഈസ്റ്റ്, തരി പോലത്തെ ഈസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1.5 തവി ചോറും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പം പച്ചപ്പൊടി ഉണ്ടെങ്കിൽ പച്ചപ്പൊടി ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്ലാസ് 3 ഗ്ലാസ് പോലത്തെ റംസ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ജാറിൽ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം. ഏകദേശം നമ്മൾ ഒരു വൈകുന്നേരം ടൈമിലൊക്കെയാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാവ് പൊന്തി കിട്ടുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെയാണ് നിങ്ങൾ എടുത്ത് കുഴച്ച് വെക്കുന്നതെങ്കിൽ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന നേരം കൊണ്ട് ഏകദേശം മാവ് റെഡിയായി കിട്ടുമ്പോൾ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മാവ് അവിടെ റെഡിയായി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും കൂടിയിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വേവിച്ച് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് സവാള ഒരു 1.5 സവാളയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കൊരു ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചതും ഒരു നുള്ള മല്ലിയില, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലയെന്ന് വെച്ചും കുഴപ്പമില്ല. പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് എരിവുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റും ഇതൊക്കെ ഉണ്ടല്ലോ, വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് മസാല റെഡിയാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതുപോലെ ദോശ ഓരോന്നായിട്ട് കട്ടി കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് ഇതുപോലെ കനത്തിൽ തൂത്ത് ചുട്ടെടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് മസാല തേച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചൂടിനോടെ കഴിക്കുവാണെങ്കിൽ നല്ല രുചിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയേ.